കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്നത്തെ കഥ കാ കാ എന്ന് കരയുന്ന ഒരു കാക്കയുടെയും കാ കാ എന്ന് കരയുന്ന വേറൊരു കാക്ക. ആ കാക്കയുടെ പേരാണ് കുക്ക. കുക്ക എന്ന കാക്കയുടെയും കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അത് തന്നെ, കാക്കയുടെയും കുക്കയുടെയും കഥ. ഒരിടത്തൊരിടത്ത് ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. ഒരു വീട്ടിൽ അമ്മൂമ്മ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അമ്മൂമ്മയുടെ മക്കളൊക്കെ ജോലിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദൂരെ സ്ഥലങ്ങളിലായിരുന്നു. അപ്പൊ അമ്മൂമ്മ വീട്ടില് ഒറ്റയ്ക്ക്. അമ്മൂമ്മയുടെ വീടിന്റെ മുന്നിൽ ഒരു വാഴയുണ്ടായിരുന്നു. വാഴ എന്ന് പറഞ്ഞാ എന്റെ കുഞ്ഞുമണികൾക്ക് എല്ലാവർക്കും അറിയാമോ? ഈ വാഴയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വാഴപ്പഴം, ബനാന കിട്ടുന്നത്. മനസ്സിലായല്ലേ? അപ്പോഴേ ഈ വാഴയുടെ ആ ഒരു വലിയ നീളനിലയില്ലേ, ആ ഇല നിൽക്കുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്നത് വാഴക്കൈ എന്നാണ്. എന്താണ്? വാഴക്കൈ. നിങ്ങളുടെ കൈ ഏതാണ്? കൈ ഒന്ന് കുടഞ്ഞേ നോക്കട്ടെ. വെരി ഗുഡ്. ഇനി എത്ര കൈകളുണ്ട് നിങ്ങൾക്ക്? 2 കൈകൾ അല്ലേ? ഇടത്തെ കൈയും വലത്തെ കൈയും. ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്. അപ്പൊ ഇനി കഥയിലേക്ക് തിരിച്ചു വരാം. അമ്മൂമ്മയുടെ വീടിന്റെ മുന്നിൽ ഉള്ള ആ വാഴയുടെ വാഴക്കൈയില് എന്നും ഒരു കാക്ക വന്നിരിക്കും. ഒരു പാവം കാക്ക. ആർക്കും ശല്യമൊന്നും ഉണ്ടാക്കാതെ കാക്ക അവിടെ ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്കിടെ കരയും. അമ്മൂമ്മയ്ക്ക് ഈ കാക്കയെ വലിയ ഇഷ്ടമാണ്. അമ്മൂമ്മ എപ്പോഴും രാവിലെ ചോറ് വെക്കാനായിട്ട് കലത്തിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ഇങ്ങനെ തിളച്ചു വരുമ്പോൾ അതിലേക്ക് അരിയിട്ട് അരിവെന്ത് ചോറാകുമ്പോൾ കുറച്ച് ചോറെടുത്ത് അമ്മൂമ്മ മുറ്റത്ത് വയ്ക്കും. എന്തിനാണെന്നറിയോ? ഈ കാക്കയ്ക്ക്. അമ്മൂമ്മ ചോറ് വെക്കും എന്ന് കാക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കാക്ക അവിടെ ഇങ്ങനെ വാഴക്കൈയില് കാത്തിരിക്കും. അമ്മൂമ്മ ചോറ് വെച്ചിട്ട് പറയും, കാക്കേ വാ വാ വാ, വന്ന് കഴിച്ചോ, നിന്റെ പങ്ക് ചോറ് കഴിച്ചോ എന്ന് പറയും. അപ്പൊ കാക്ക പതുക്കെ വാഴക്കൈയിൽ നിന്നും താഴെ ഇറങ്ങും. എന്നിട്ട് ഇടത്തും വലത്തും ഒക്കെ നോക്കും. വേറെ ഏതെങ്കിലും ജീവികളുണ്ടോ, അല്ലെങ്കിൽ കാക്കയെ ഓടിക്കാൻ ആരെങ്കിലും വടിയുമായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കും. എന്നിട്ട് പതുക്കെ തത്തി 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 ആ ചോറ് വെച്ചിരിക്കുന്ന സ്ഥലത്തെത്തി അതിങ്ങനെ കൊത്തി 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 തിന്നും. കുറച്ച് തിന്നും, എന്നിട്ട് വീണ്ടും തിരികെ പോയി വാഴക്കൈയിലിരിക്കും. എന്നിട്ട് കാ കാ എന്നാക്കും. പിന്നീട് വീണ്ടും തത്തി 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 വരും, ചോറ് തിന്നും, പോകും. ഇങ്ങനെയാണ് കാക്ക ചോറ് കഴിക്കുന്നത്. ഈ സമയത്ത് ചിലപ്പോൾ അമ്മൂമ്മയും അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അമ്മൂമ്മ കാക്കയോട് അമ്മൂമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയും. അയ്യോ കാക്കച്ചി, നിനക്കറിയാമോ, അയ്യോ എന്റെ പറമ്പിൽ 2 തേങ്ങ വീണു, പക്ഷെ ഇപ്പൊ കാണാനേ ഇല്ല. തേങ്ങ വീഴുന്ന ശബ്ദം ഞാൻ കേട്ടതാ, തേങ്ങ എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്റെ മോൻ വിളിച്ചായിരുന്നു കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട്. അവരിനി അവധിക്ക് നാട്ടിലേക്ക് വരും. ഞാൻ എന്റെ ചെറുകുട്ടികളെ കാണാൻ കാത്തിരിക്കുക. അങ്ങനെ തുടങ്ങി പല വിശേഷങ്ങളും അമ്മൂമ്മ ആരോടാ പറയുന്നേ? ഈ കാക്കയോട്. കാക്ക ഇതൊക്കെ ഇങ്ങനെ കേൾക്കും. ഇടയ്ക്ക് തലയൊന്ന് ഇളക്കും. അപ്പൊ അമ്മൂമ്മ എന്താ വിചാരിക്കുന്നത്? കാക്ക താൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, കാക്കയ്ക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നാണ് അമ്മൂമ്മ ചിന്തിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ഓണം വന്നു. ഓണം വന്നാൽ എന്തുണ്ടാക്കും? സദ്യ ഉണ്ടാക്കും അല്ലേ? അപ്പൊ പതിവ് പോലെ ഓണത്തിന്റെ അന്ന്, തിരുവോണത്തിന്റെ അന്ന് കാക്ക വന്ന് എവിടെ ഇരിപ്പായി? വാഴക്കൈയില്. എന്നിട്ട് ഇങ്ങനെ നോക്കുക. അമ്മൂമ്മയെ കാണുന്നില്ല. അമ്മൂമ്മ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, അകത്തേക്ക് പോകുന്നു. അടുക്കളയിൽ എന്തൊക്കെയോ കൊതിയൂറുന്ന മണങ്ങൾ വരുന്നു. പക്ഷെ അമ്മൂമ്മ വിളിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാൻ അമ്മൂമ്മ കാക്കയെ വിളിക്കുന്നില്ല.
ഓ, എന്നാലും ഇന്ന് അമ്മൂമ്മ വിളിക്കാതിരിക്കുവോ? ഇന്ന് നല്ലൊരു തിരുവോണമായിട്ട് അമ്മൂമ്മ വിളിക്കാതിരിക്കുവോ എന്നെ എന്നൊക്കെ ഇങ്ങനെ കാക്ക ചിന്തിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോ അമ്മൂമ്മ ഒരയിലയില് കുറച്ച് ചോറും പരിപ്പും പപ്പടവും അവിയലും കാളനും ഓലനും പായസവും ഒക്കെ കൊണ്ടുവച്ചു. എന്നിട്ട് വിളിച്ചു, കാക്കേ വാ വാ സദ്യ കഴിക്ക്. ഓ, കാക്ക ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാക്ക എന്തു ചെയ്തു? വാഴക്കയിൽ നിന്നിറങ്ങി തത്തി 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 ഇലയുടെ അടുത്തെത്തി. എന്തോരം സാധനങ്ങളാ അമ്മുമ്മ ഓണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. ഇതൊക്കെ എങ്ങനെ ഞാൻ കഴിച്ചു തീർക്കും? ഓ, ഇതിൽ പലതും ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. എല്ലാം കഴിച്ചേക്കാം എന്നു പറഞ്ഞ് കാക്ക സന്തോഷത്തോടു കൂടി സദ്യ കഴിക്കാൻ തുടങ്ങി. കുറച്ച് കഴിക്കും, പിന്നെ കാക്ക തിരികെ പോകും, വീണ്ടും വരും, കഴിക്കും. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് കാക്കയ്ക്ക് തോന്നി, തിരുവോണമല്ലേ, ഒറ്റയ്ക്ക് കഴിക്കണ്ട, എന്റെ കൂട്ടുകാരെ കൂടെ വിളിക്കാം. കാക്ക ശബ്ദമുണ്ടാക്കി, കാ 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 കാ. അപ്പോ മറ്റു ചില കാക്കകളും അണ്ണാനും ഒക്കെ വന്നു. എല്ലാവരും ചേർന്ന് സദ്യ കാലിയാക്കി. വയറ് നിറഞ്ഞ കാക്ക എന്തു ചെയ്തെന്നോ, തിരികെ വാഴക്കയിൽ പോയി ഇരിപ്പായി. എന്നിട്ട് എന്തായാലും സദ്യ ഉണ്ടതല്ലേ, ഒന്ന് ഉറങ്ങിയേക്കാം എന്ന് കരുതി നമ്മുടെ കാക്കയൊന്ന് കണ്ണടച്ചു. അപ്പോഴാണൊരു പ്രശ്നം. അയ്യോ, ഓ, എന്താ എന്റെ വയറിന് സംഭവിച്ചത്? അയ്യോ, എനിക്ക് വയറ് വേദനിച്ചിട്ടിരിക്കാൻ വയ്യ. അയ്യോ, എന്റെ വയറിപ്പോ പൊട്ടുവെന്നാ തോന്നുന്നേ. ഞാൻ പായസവും ഉപ്പേരിയും ഒക്കെ കഴിച്ച് അയ്യോ, എന്റെ വയറെന്തോ പോലെ ആവുന്നു. എനിക്ക് ഡോക്ടറെ കാണണം, ഇപ്പൊ തന്നെ എനിക്ക് ഡോക്ടറെ കാണണം. അയ്യോ എന്നു പറഞ്ഞ് നമ്മുടെ കാക്ക ബഹളം കൂട്ടാൻ തുടങ്ങി. കാക്ക വല്ല വിധേനയും ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിന്റെ വീട്ടിൽ പോയി വീട്ടുമുറ്റത്തിരുന്ന് കരയാൻ തുടങ്ങി. കാ കാ കാ. കാക്കയുടെ കരച്ചില് കേട്ടതും ഡോക്ടർ വെളിയിലേക്ക് വന്നു. എന്താ നീ ഇങ്ങനെ കരയുന്നത്? കാ കാ കാ. കാക്ക കരയാണ്. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായി കാക്കയ്ക്ക് എന്തോ പറ്റി, കാക്കയ്ക്ക് എന്തോ അസുഖമുണ്ട്. ഡോക്ടർ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ ദാ വരുന്നു, മരുന്ന് ഇപ്പൊ തരാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അകത്ത് പോയി ഒരു ഗുളിക എടുത്തുകൊണ്ട് വന്ന് വെച്ചു. കാക്ക പെട്ടെന്ന് ആ ഗുളിക തന്റെ കൊക്കിനുള്ളിലാക്കി തിരികെ എങ്ങോട്ട് പോയി? അമ്മൂമ്മയുടെ വീടിന്റെ മുന്നിലെ വാഴക്കൈയിലിരിക്കാൻ പോയി. വാഴക്കൈയിൽ പോയി ഇരുന്നിട്ട് കാക്ക ആ ഗുളിക പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതിൽ കൊത്തുകയാണ്. ടക് ടക് ഡോ. ദാ പോയി ഗുളിക. എവിടെ പോയി? തെറിച്ച് ആ വാഴയുടെ അടുത്തുണ്ടായിരുന്ന കിണറിനുള്ളിലേക്ക് വീണു. അയ്യോ, ഇനി എന്തു ചെയ്യും? ഓ, ഗുളിക വെള്ളത്തിൽ പോയി. വയറാണെങ്കിലോ അയ്യോ, വയ്യ 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 വയ്യ. അയ്യോ, ഇതെന്തൊരു വയറുവേദന. കാക്ക എന്തായാലും രണ്ടും കൽപ്പിച്ച് നേരെ കിണറ്റിനുള്ളിലേക്ക് പറന്നിറങ്ങിയപ്പോ ഗുളിക നോക്കാനായി വെള്ളത്തിലിറങ്ങിയ കാക്ക എന്ത് കണ്ടെന്നറിയാമോ? ഒരു കൊച്ചു തുണിക്കെട്ട്. ഇതെന്താ എന്ന് വെച്ചിട്ട് കാക്ക പെട്ടെന്ന് അത് തന്റെ കൊക്കിൽ കൊത്തിയെടുത്ത് മുകളിലേക്ക് പറന്നുയർന്നു. എന്നിട്ട് കിണറ്റിന്റെ കരയിൽ വെച്ചു. കാക്ക ഇങ്ങനെ തലചരിച്ചൊക്കെ നോക്കി. ഇതെന്താ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും ഒരു കാര്യം ചെയ്യാം, എനിക്ക് എന്നും ചോറ് തരുന്നത് അമ്മുമ്മയല്ലേ. എനിക്ക് കിണറ്റിൽ നിന്നും ഇങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ആർക്ക് കൊടുക്കണം? അമ്മുമ്മയ്ക്ക് കൊടുക്കണം എന്ന് വെച്ചിട്ട് കാക്ക തനിക്ക് കിട്ടിയ കിഴിക്കെട്ട് അമ്മുമ്മയുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചു. ഇതാര് കണ്ടു? അമ്മുമ്മ കണ്ടു. ഈ കാക്ക എന്താ കൊത്തിക്കൊണ്ടുവന്ന് മുറ്റത്ത് വെക്കുന്നേ? അമ്മുമ്മ വന്ന് ആ കെട്ടെടുത്ത് അഴിച്ചു നോക്കിയപ്പോഴേ അതില് സ്വർണ്ണ നാണയങ്ങൾ. അയ്യോ, അമ്മുമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കാക്കേ, നീ എന്തു വലിയ സമ്മാനമാണ് എനിക്ക് തന്നത്. ഓ, ഇതിൽ കുറച്ച് സ്വർണമുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഈ വീടിന്റെ ഓടൊക്കെ ഒന്ന് മാറ്റി പുതിയ ഓട് നിരത്താൻ പറ്റും. ഇത്രയും വലിയ സമ്മാനം എനിക്ക് ആരും തന്നിട്ടില്ല. അമ്മുമ്മ സന്തോഷത്തോടെ പറഞ്ഞു. വയറുവേദനിക്കുന്ന നമ്മുടെ കാക്ക ആ വാഴക്കൈയിലിരുന്ന് വീണ്ടും കാ കാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോ കാക്ക ഉറങ്ങിപ്പോയി. ഇതേ സമയം തൊട്ടടുത്ത് വേറെ ഒരു വാഴക്കൈയിലിരുന്ന്
മറ്റൊരു കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ കാക്കയുടെ പേരാണ് കൂക്ക. ഈ കൂക്കയുണ്ടല്ലോ നമ്മുടെ കാക്കയെ പോലെയല്ല. ഈ കൂക്ക അത്ര നല്ല മനസ്സുള്ള ഒരു കാക്കയായിരുന്നില്ല. മറ്റു ജീവികളെയൊക്കെ ഉപദ്രവിക്കുക, ആൾക്കാരെ വെറുതെ ബുദ്ധിമുട്ടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കൂക്ക ചെയ്തിരുന്നു. അമ്മൂമ്മ എന്തെങ്കിലും ഒരു സാധനം വെളിയിൽ കൊണ്ടുവച്ചാൽ ഈ കൂക്ക അത് കുത്തിയെടുത്ത് പറക്കും. അതുകൊണ്ട് അമ്മൂമ്മയ്ക്കും ഈ കൂക്കയെ അത്ര ഇഷ്ടമല്ല. കൂക്കയെ കണ്ടാൽ ഉടനെ അമ്മൂമ്മ പോ പോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടും. അപ്പൊ കൂക്കയ്ക്ക് തോന്നി, ഈ അമ്മൂമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഈ കാക്ക ചെയ്ത പോലെ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് കൂക്ക എന്ത് ചെയ്തെന്നോ, ഒരു വയറുവേദന അഭിനയിച്ചു. എന്തൊരു വയറുവേദന, അയ്യോ എനിക്ക് എന്തൊരു വയറുവേദന, എനിക്കിപ്പം മരുന്ന് വേണം എന്ന് പറഞ്ഞിട്ട് കൂക്കയും നേരെ എവിടെ പോയി, നമ്മുടെ ഡോക്ടറിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നിരുന്നിട്ട് എന്ന് കരയാൻ തുടങ്ങി. ഹോ, ഇതെന്തൊരു ഒച്ചയായത് എന്ന് പറഞ്ഞ് ഡോക്ടർ വെളിയിലേക്ക് വന്നു. എന്താ കൂക്കേ, നിനക്കും വയ്യാണ്ടായോ? നിക്ക്, ബഹളം വെക്കണ്ട, ഞാൻ മരുന്ന് തരാം എന്ന് പറഞ്ഞ് ഡോക്ടർ അകത്ത് പോയി എന്തു കൊണ്ടുവന്നു? ഗുളിക കൊണ്ടുവന്നു. അപ്പൊ കൂക്കയ്ക്ക് സന്തോഷമായി. ഇതുപോലൊരു സാധനമാണല്ലോ കാക്കയ്ക്കും കിട്ടിയത്. ഗുളിക കിട്ടിയ കൂക്ക അത് തന്റെ കൊക്കിലെടുത്ത് നേരെ എവിടെ പോയി? വാഴക്കയിൽ പോയി. എന്നിട്ട് കാക്ക ചെയ്ത പോലെ അത് കൊത്തി ഒടിക്കാൻ നോക്കി. എന്നാൽ കാക്കയ്ക്ക് എന്തായിരുന്നു പറ്റിയത്? കാക്ക ഗുളിക ഒടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഗുളിക കിണറ്റിൽ വീണു. എന്നാൽ കൂക്ക ശ്രമിച്ചപ്പോൾ അത് കിണറ്റിൽ പോയില്ല. അതുകൊണ്ട് കൂക്ക എന്ത് ചെയ്തെന്നോ, മനഃപൂർവ്വം ആ ഗുളിക എടുത്ത് കിണറ്റിലിട്ടു. ഹായ്, ഇനി ഞാൻ കിണറ്റിലേക്ക് പോകണം, അവിടെയാണല്ലോ സ്വർണമൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൂക്ക നേരെ കിണറ്റിലേക്ക് പോയി. എന്നിട്ട് കിണറ്റിലേക്ക് നോക്കിയപ്പോൾ എന്താണ് അവിടെ ഉള്ളത്? ഒരു കിഴിക്കെട്ട്. നേരത്തെ നമ്മുടെ കാക്കയ്ക്ക് കിട്ടിയ പോലെ ഒരു കിഴിക്കെട്ട്. കൂക്ക എന്ത് ചെയ്തെന്നോ, ആ കിഴിക്കെട്ട് കൊത്തി എടുത്തുകൊണ്ട് വന്ന് എവിടെ വെച്ചു? അമ്മൂമ്മയുടെ മുറ്റത്ത് വെച്ചു. കൂക്ക എന്തോ കൊത്തിക്കൊണ്ട് വന്ന് വെക്കുന്നത് അമ്മൂമ്മ കണ്ടു. ഈ കൂക്ക എന്താ കൊത്തിക്കൊണ്ട് വെക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അമ്മൂമ്മ വന്ന് ആ കിഴിക്കെട്ട് തുറന്നു നോക്കി. കിഴിക്കെട്ട് തുറന്നു നോക്കിയപ്പോളേ അതിൽ കുറെ വേസ്റ്റ് സാധനങ്ങള്, ആരോ ഉപേക്ഷിച്ച, ആർക്കും വേണ്ടാത്ത എന്തൊക്കെയോ കുറെ സാധനങ്ങള്. അമ്മൂമ്മയ്ക്ക് ആകെ ദേഷ്യം വന്നു. എന്റെ മുറ്റമെല്ലാം വൃത്തികേടാക്കാൻ ഈ കൂക്ക ഇതെന്താ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ ആ സാധനങ്ങളെല്ലാം എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് കൂക്കയെ ഓടിക്കുകയും ചെയ്തു. കാക്കയാണെങ്കിലോ എല്ലാ ദിവസവും വരും. അമ്മൂമ്മ കാക്കയ്ക്ക് പതിവ് പോലെ ചോറ് കൊടുക്കും. അവര് രണ്ടുപേരും അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കും. കൂക്കയ്ക്കോ പിന്നെ ആ വഴി വരാനേ പറ്റിയിട്ടില്ല. ഇതാണ് കാക്കയുടെയും കൂക്കയുടെയും കഥ. കഥ ഇഷ്ടമായോ കുഞ്ഞുമണികളെ? ഈ കഥ എവിടുന്നാണ് എനിക്ക് കിട്ടിയതെന്നറിയാമോ? ഇത് ടെയിൽസ് ഫ്രം ദ വേൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ഗീതാ രാമാനുജം എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കഥകൾ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള കഥകളുണ്ട്. അതിൽ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്നും ഗീതാ രാമാനുജം കണ്ടെടുത്ത ഒരു കഥയാണ് ഈ കാക്കയുടെയും കൂക്കയുടെയും കഥ. ഈ പുസ്തകം ശരിക്കും ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ കഥ ഞാൻ മലയാളത്തിലാക്കി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥയോടൊപ്പം നമുക്ക് ചില കൂട്ടുകാരുടെ പേരുകൾ കൂടി പറയാനുണ്ട്. കുട്ടു എന്ന ആഡ്ലിൻ, ഋതു കൃഷ്ണ എന്ന കല്യാണി, പ്രണവ് എന്ന കണ്ണൻ, സുഡു എന്ന ശ്രീഹാൻ, ആമി എൽസ തോമസ്, ഇള എന്ന പാറുകുട്ടി. ജനുവരി 19 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ജാൻവിക്കുട്ടി, ജനുവരി 28 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ജോനാഥൻ. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. സ്നേഹമറിയിച്ച എല്ലാ ചക്കരക്കുട്ടികൾക്കും ചക്കരയുമ്മ. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.